ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സബ്ജക്റ്റ് ഈസ് മാമി. അമ്മയെന്ന് അവർ വിളിക്കുന്നു, നമ്മൾ മാമി എന്ന് വിളിക്കുന്നു. കാര്യം അതിനകത്ത് പുറത്തോട്ട് വരുന്ന കഥകളെല്ലാം മാമിമാരെക്കാളും കഷ്ടമായിട്ടുള്ള കഥകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാമനും മാമിയല്ല, ഇത് വേറെ മാമി. ഓക്കെ, ആ മാമി. കാര്യം ആ തരത്തിലാണ് പല ആൾക്കാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് അൻസിബ ആൻഡ് ലക്ഷ്മിപ്രിയ രണ്ടുപേരും നല്ല രീതിയിൽ പല ചാനലുകളും കയറി ഇറങ്ങി ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അൻസിബ അതിന് മുമ്പ് 2 ഇൻ്റർവ്യൂസ്, ഒന്ന് ന്യൂസ് 18 മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടിനകത്ത് പറയുന്ന ഏതാണ്ട് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂ എടുത്തു ക്യാൻ ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ. അതിനകത്ത് കുറേ കാര്യങ്ങൾ അൻസിബയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് കുറേ ആരോപണങ്ങൾ അൻസിബയുടെ തലയിൽ എടുത്തിടുന്നുണ്ട്. മറ്റൊരു പയ്യനുമായിട്ട് അൻസിബയെ റൂമിൽ വെച്ചിട്ട് കണ്ടു എന്നുള്ള തരത്തിലൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതുപോലെ തന്നെ അൻസിബയ്ക്ക് താൻ മദ്യം മേടിച്ചു കൊടുത്തു, തൻ്റെ പൈസയ്ക്ക് മദ്യം മേടിച്ചു കൊടുത്തു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെതിരെ അൻസിബ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്ന ആ പയ്യൻ ലക്ഷ്മിപ്രിയക്കെതിരെ അതിനേക്കാളും വലിയ ആരോപണം, അത് മറ്റേ കടത്താണ്, മറ്റേ കൂട്ടിക്കൊടുപ്പ് ആരോപണമാണ്. സ്ത്രീകളെ കൊണ്ടുപോയി ദുബായി കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുന്നു, ആ തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഈ സാധനം കടന്നു പുകയുന്നുണ്ട്. ഇതെല്ലാം ആരോപണങ്ങളാണ്, തെളിവുകളൊന്നും വെക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്ന തൊട്ടിത്തരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ തമ്മിലുള്ള വിഷയത്തിൽ കുറേ ക്ലാരിറ്റി ഇപ്പോഴും ജനങ്ങൾക്ക് കിട്ടാനുണ്ട്. കാര്യം നമ്മൾ ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ അടിയിലോട്ട് കുറേ ചീഞ്ഞ് നാറിയ കഥകളും കാര്യങ്ങളും ഉണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല, ഒന്നും പുറത്തോട്ട് വരികയില്ല. ഇപ്പം എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അൻസിബ. അൻസിബ പറയുന്ന പല കാര്യങ്ങളിലും കഴമ്പുള്ളതായിട്ടും കഴമ്പില്ലാത്തതായിട്ടും തോന്നിയിട്ടുണ്ട്. ജെന്യുവൻലി സ്പീക്കിംഗ് തോന്നിയിട്ടുണ്ട്. കഴമ്പില്ലാത്തതായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ക്ലാരിറ്റി കുറവുണ്ട്. മേ ബി പുള്ളിക്കാരത്ത് പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റി കുറവുണ്ടായതുകൊണ്ട് അൻസിബ പറയുന്ന കാര്യങ്ങളെ നമുക്ക് 100% അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. പിന്നെ രണ്ടാമത്തെ കക്ഷി ലക്ഷ്മിപ്രിയ. 100 അല്ല, 60 അല്ല, 50 അല്ല, 40 അല്ല, ഒരു 20% ലക്ഷ്മിപ്രിയയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പല കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള ക്രെഡിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ 2 വ്യക്തികളെയും നമ്മൾ ബിഗ് ബോസിൽ കണ്ടതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എപ്പോഴും സപ്പോർട്ട് അൻസിബയ്ക്കായിരിക്കും കൂടുതൽ. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ, വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്ന് തോന്നുന്ന ക്യാരക്ടർ അൻസിബയുടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൻസിബ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ അൻസിബ ഈ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം അൻസിബയെ ടോർച്ചർ ചെയ്തു. SIയും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയും ചേർന്ന് ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പരാതി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGPക്ക് അവർക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നു. പക്ഷെ എല്ലായിടത്തും ഈ ഒരു പരാതി തള്ളി. കാര്യം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അവരങ്ങനെ തള്ളണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തള്ളിയിട്ടുള്ളത്. സോ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അൻസിബ പറയുന്നത് പോലെ ഈ 3 മണിക്കൂർ ടോർച്ചർ നടന്നിട്ടില്ല എന്നാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൻസിബ പറയുന്ന ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വേറൊരു വശം കൂടിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറാത്ത അല്ലെങ്കിൽ അധികം കയറി ശീലമില്ലാത്ത ആളുകൾ പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയലുണ്ടാവും, അവർക്കൊരു പേടിയുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ എത്ര മണിക്കൂർ നമ്മൾ നിൽക്കുന്നു അത്രയും മണിക്കൂർ നമ്മളെ സംബന്ധിച്ച്, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അതൊരു ടോർച്ചർ തന്നെ ആയിരിക്കും. നല്ല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ടോർച്ചർ അൻസിബയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം അൻസിബ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എന്താണെങ്കിലും അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. വാട്ട് എവർ, അതവിടെ നിൽക്കട്ടെ. ഇനി അൻസിബ ലക്ഷ്മിപ്രിയ പ്രശ്നത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒരു മെസ്സേജിൽ നിന്നാണ്. ഈ മെസ്സേജിനെ പറ്റി അൻസിബ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലക്ഷ്മിപ്രിയ ഇപ്പോൾ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് ആ മെസ്സേജിനെ പറ്റി അഗെയിൻ എന്തായിരുന്നു എന്നുള്ള കാര്യം ലക്ഷ്മിപ്രിയം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അൻസിബ എന്റെ ശത്രുവായി എന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ജനുവരി 25-ാം തീയതിയാണ്. അതുവരെ ഈ കുട്ടി എന്റെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല സുരേഷ് ഏട്ടാ. അതായത് ഡിസംബർ 10-ാം തീയതി അൻസിബ എനിക്ക് എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എന്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, എന്റെ എന്ത് ഫോട്ടോ?
അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ എൻ്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉള്ളൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. ഒന്നത്. 2, എൻ്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ടൊരു ചാൻസ് ഇല്ല. പിന്നെ ഒരു RJ, ഞാൻ പോയതൊരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷനാണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു RJ അവിടെ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. എനിക്കത് അരുതാത്ത ഒരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇവിടെ നിന്നാണ് ഇവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിനു മുമ്പ് നല്ല രീതിയിലുള്ള കൂട്ടായിരുന്നു എന്ന് ലക്ഷ്മിപ്രിയ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി പല ആവർത്തിയും അൻസിബ എടുത്ത് ചോദിച്ചിട്ട് അൻസിബ റിപ്ലൈ കൊടുത്തിട്ടില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ അൻസിബ ശ്രമിച്ചിട്ടില്ലെന്നാണ് ലക്ഷ്മിപ്രിയയുടെ വാദം. പിന്നീട് തന്റെ ഭർത്താവ് ഇത് കാണുകയും തന്റെ ഭർത്താവിന് ഇതിൽ നിന്ന് വലിയൊരു മാനസിക വിഷമം ഉണ്ടായെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഈ ഒരു മെസ്സേജ് കണ്ട് പുള്ളി വല്ലാതെ അങ്ങ് തളർന്നു. അപ്പോൾ എനിക്ക് ഇവള് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്, ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കറിയില്ല ജയശേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്താ ലക്ഷ്മി അപ്പോൾ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചു തരുന്നില്ല. അപ്പോൾ ആ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ചേട്ടന് ഓർമ്മയുണ്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസലായി, 480 ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് ഞാൻ ദുബായിൽ പെട്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എക്സിറ്റ് അടിച്ചു, അത് തന്നെ എക്സിറ്റ് വിസ അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തോട്ട് കയറാനും പറ്റാത്ത അവസ്ഥ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനും ഇവിടുത്തെ ഒരു നടി, മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് പോയത്. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. ഇതിൽ ഏത് ട്രിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ചോദിക്കുന്നതെന്ന് പോലും എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പം പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പെട്ടു, 22 മണിക്കൂർ ഇരുന്നു, പിന്നെ ദേഹമൊക്കെ പൊട്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയശേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയശേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1ഉം 2ഉമായിട്ട് ഇവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഈ കുട്ടിയെ, ജയശേട്ടന്റെ വിഷമം എന്താണെന്ന് മനസ്സിലായല്ലോ, സംശയരോഗം. അതാണ് ജയശേട്ടൻ്റെ, അല്ലാതെ എന്തെങ്കിലും പറ്റിയോ ഇതൊന്നുമല്ല. ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ജയശേട്ടന് സംശയരോഗമാണ് ജയശേട്ടന്റെ പ്രശ്നം. പിന്നീട് ഈ ഒരു ഭർത്താവിൻ്റെ ഈ ഒരു വിഷമം ഉണ്ടല്ലോ, അതൊരു ഗാർഹിക പീഡനത്തിലോട്ട് പോവുകയാണ്. ലക്ഷ്മിപ്രിയയെ ഈ പറയുന്ന സ്വന്തം ഭർത്താവായിട്ടുള്ള ജയേഷ് ഉപദ്രവിച്ചു എന്നാണ് ലക്ഷ്മിപ്രിയ പോലീസ് സ്റ്റേഷനിൽ അൻസിബയ്ക്ക് എതിരെ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അൻസിബയുടെ മെസ്സേജ് കാരണം എൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായി. അത് നമ്മളാരും പറഞ്ഞല്ലോ, ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഇതുപോലുള്ള വിഷമങ്ങൾ ഒരു ഭർത്താവിനും ഉണ്ടാവാതിരിക്കട്ടെ. വല്ലാത്തൊരു വിഷമമായി പോയിട്ടോ. ആ ഒരു വിഷമമാണ് ഇങ്ങനെയുള്ള സംഭവത്തിലോട്ട് പോകുന്നത്. ഈ ഒരു വിഷമം ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിന്ന ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം എന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പം പറയാമേ വരാമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്നോട് എന്തോ ഒരു വ്യക്തി വിരോധം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ജനുവരി 22 ആയപ്പോഴത്തേക്കും വീണ്ടും അതേ ചൊല്ലി ഇവിടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളായപ്പം എനിക്ക് വേറെ ഒരു നിവർത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഹിൽ പാലസ് സ്റ്റേഷൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് എവിടെയാ പോണ്ടേന്ന് പോലും അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് 4 വരിയിലേ ഞാൻ പരാതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ സുരേഷ് ചേട്ടാ. അങ്ങനെ നിവർത്തി കെട്ട് സ്റ്റേഷനിൽ പോയി 4 വരി പാട്ട് പാടുകയാണ്, 4 വരി പരാതി ലക്ഷ്മിപ്രിയ എഴുതി കൊടുക്കുകയാണ്. ആ 4 വരി പരാതിയാണെന്ന് കാണിക്കാം. ഇതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞ 4 വരി പരാതി. എത്ര വരിയുണ്ടെന്ന് നിങ്ങൾ എന്നെ എടുത്തോ? 1 വരി എന്ന് പറഞ്ഞാൽ എനിക്ക് 1 പാരഗ്രാഫ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് 4 വരി പരാതി. ഓക്കെ, 2 പേജിനകത്ത് ഉപന്യാസം എഴുതുന്നതിന്റെ കൂട്ടി നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി കൊടുത്ത് ഇത് വായിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും അറിയാത്തുള്ളൂ കേട്ടാ. ഇതാണ് 4 വരി കവിത. ലക്ഷ്മിപ്രിയ നേരത്തെ പറഞ്ഞ 4 വരി പരാതി ഇതാണ്. ആലോചിക്കണം, ഒരു മെസ്സേജിനെ ചൊല്ലി ഇവരുടെ കുടുംബത്തിൽ ഏതാണ്ട് 1.5 മാസത്തോളം മാരത്തോൺ അടി നടന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും അവസാനമാണ് ഇങ്ങനെയുള്ള പരാതി 4 വരി ഇപ്പം കാണിച്ച 4 വരി പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. ഇതിനു മുൻപ് അൻസിബയുടെ ഓരോ പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്തൊരു കാര്യമല്ലേ. ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന മുഴുവനും അവളുടെ ഭാവനയല്ലേ, അവളുടെ തെറ്റിദ്ധാരണയല്ലേ. അപ്പൊ അൻസിബയ്ക്കും ഇത് നേരെ
നേരെ തിരിച്ചു പറയാമല്ലോ. ഇപ്പൊ നിങ്ങൾ അവരെ പറ്റി ആരോപിക്കുന്ന ആരോപണങ്ങൾ ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയല്ലേ, നിങ്ങളുടെ ഭാവനയല്ലേ എന്ന് പറയാം. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അൻസിബയുടെ ഭാവന കാരണം ഒരു മാരത്തോൺ 1.5 മാസത്തെ അടി ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭാവന തന്നെ. അതായത് ജനുവരി 30-ാം തീയതി, ജനുവരി 22-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ജനുവരി 30-ാം തീയതി അൻസിബ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നത് പറഞ്ഞ സമയത്തിനെക്കാട്ടിലും അരമണിക്കൂർ മുന്നേ. ഈ 2 മണിക്കൂർ ഹരാസ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാ പ്രേക്ഷകരോടും റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഞാൻ ഈ മലയാള ഭാഷയിൽ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച എൻ്റെ ചിറ്റപ്പൻ, എന്നെ വളർത്തിയ വ്യക്തി ഒരു മലയാളം അധ്യാപകനായിരുന്നു. അതുകൂടാതെ ഈ പുസ്തകങ്ങളോടുള്ള ഇഷ്ടം ഇതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ, പിന്നെ നമ്മുടെ ഭാഗത്ത് കള്ളത്തരവും ഇല്ല. അതുകൊണ്ട് പുസ്തകമൊക്കെ വായിക്കുന്ന വലിയ വ്യക്തിയായിരുന്നോ ചേച്ചി? എന്നിട്ട് അതിന്റെ കുണമൊന്നും കാണിക്കുന്നില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ സംസാര രീതിയിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഭയങ്കര ഒരു വലിയ മോശത്തരം ചെയ്യുന്ന വ്യക്തിയും മറ്റുള്ളവരൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എൻ്റെ രീതി ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയല്ലേ എപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഉറച്ച ശബ്ദത്തിലാണ്, സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. തെളിവില്ലാത്തൊരു കാര്യങ്ങളും ഞാൻ പറയില്ല. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ അതിന് എന്റെ ശബ്ദത്തിനെ വെച്ചിട്ട് നിങ്ങൾ എന്നെ വ്യാഖ്യാനിക്കരുതെന്നൊരു റിക്വസ്റ്റും കൂടിയാണ്. അപ്പൊ ഇതിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശബ്ദം വെച്ചിട്ടല്ല ലക്ഷ്മിപ്രിയ ഇവിടെ ആരും വിലയിരുത്തുന്നത്. ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം വെച്ചിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതാണ് ഈ യാഥാർത്ഥ്യം. നിങ്ങളുടെ കുണം എന്താണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നത് കൊണ്ട് അത് വെച്ചിട്ടേ വിലയിരുത്താറുള്ളൂ. ശബ്ദം വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശുദ്ധ നുണയാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ തെളിവുകൾ അടക്കം എല്ലാം നമ്മൾ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാതി, മതം, വർഗീയത, ജിഹാദ് ഇത് മുഴുവനും ഈ ക്ഷേത്ര ഫണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തി അൻസിബ ഹസനാണ്. എന്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന മെസ്സേജ് ഉണ്ട്. വോയിസ് റെക്കോർഡാണ് അൻസിബയുടെ, എഴുതിയിട്ട മെസ്സേജ് അല്ല. അന്ന് ആ കുട്ടി എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഇന്നും ഈ മീഡിയയുടെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. ഇനി സുരേഷ് ചേട്ടൻ, ഞാൻ വേറൊരു കാര്യം പറയാം. സെപ്റ്റംബർ 12-ാം തീയതി, അതായത് ഈ കുട്ടിയില്ലേ അഞ്ജന അപ്പുക്കുട്ടനെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഹാജരാക്കിയ ആ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചിറയൻകീഴ് പടത്തിന്റെ ഷൂട്ടിന് പോവാ. അപ്പൊ എന്റെ അടുത്ത് അൻസിബ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ രാജിവെക്കാമെന്ന്. എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം സത്യം, ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടാ പറഞ്ഞ ക്യാമറയാണ് എന്റെ അന്നം, ഇട്ടിരിക്കുന്ന മേക്കപ്പ് സത്യം, ഞാൻ ഇട്ടിരിക്കുന്ന മേക്കപ്പ് എന്നാ പിന്നെ ഇട്ടിരിക്കുന്ന വളയോ മലയോ വാച്ചോ എല്ലാം കൂടെ ഇട്ട് പിടിച്ച സത്യം ചെയ്യാൻ എന്ത് ഇട്ടിരിക്കുന്ന പൊട്ട് സത്യം, ഭഗവതി സത്യം ഞാൻ പറയാണ്. ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് രാജിവെക്കാമെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ അൻസിബ ഒരു അജണ്ടയുടെ പിന്നാലെയാണ്. ആ അജണ്ട ഇപ്പൊ അൻസിബ നടപ്പിലാക്കി. അത് ഇപ്പൊ അൻസിബ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരത്തെ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ കമ്മിറ്റിയിൽ നിന്ന്, ഈ നിലവിലുണ്ടായ കമ്മിറ്റിയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയുള്ളതാണ്. കഴിഞ്ഞ കമ്മിറ്റി വരുന്നത് വരെ ജോയിന്റ് സെക്രട്ടറിക്ക് ഇവരുടെ അമ്മയിലെ 5 നില കെട്ടിടത്തിൽ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു. എന്നാൽ അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ആ ക്യാബിൻ എടുത്തു കളഞ്ഞു. വാട്ട് എവർ, അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു കൈൻഡ് ഓഫ് തഴയലാണ്. ഇവള് വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു അടിച്ചമർത്തൽ അവിടുന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, സഞ്ജീവനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട, ബേസിക്കലി ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 500-ൽ പരം ആർട്ടിസ്റ്റുകൾ, പ്രായം ചെന്നതും അല്ലാത്തതും സിനിമയുള്ളതും സിനിമ ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ അമ്മ. ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏതാണ്ട് 100-നടുത്ത ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകൾക്ക് ആർക്കും ജോലിയില്ല, വാർദ്ധക്യമായി, അതുപോലെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ്. ഇതിൻ്റെ എയിം ആക്ച്വലി നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. കൈനീട്ടം, അതുപോലെ തന്നെ പെൻഷൻ പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള 5000 രൂപ വെച്ചിട്ട് എന്തോ കൊടുക്കുന്നുണ്ട് മാസം അങ്ങാണ്ട്. അതുപോലെ തന്നെ ഈ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്. അത് സഞ്ജീവനി എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു സാധനം നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് ഓരോരുത്തർക്കും വേണ്ട മരുന്ന് അയച്ചുകൊണ്ടിരുന്നത്
അൻസിബയുടെ നേതൃത്വത്തിലാണ്. അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്ന സമയത്ത് ആദ്യം അൻസിബയെ ഈ ഒരു പൊസിഷനിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി. അൻസിബയ്ക്ക് ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു. ഇതിനകത്തൂടാണ് ഈ പറയുന്ന അപ്ഡേറ്റ്സുകളെല്ലാം ഇവർക്ക് മെമ്പേഴ്സിന് ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അൻസിബയെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ ശ്വേതാ മേനോന്റെ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അൻസിബ എടുത്ത് പറഞ്ഞു, അൻസിബ ഇനി ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൂടെ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അൻസിബ മാറിയ വിവരം ഈ പറയുന്ന മെമ്പേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല. ഇവരങ്ങ് മാറ്റിയത്, എന്നിട്ട് പറഞ്ഞു ആരും പറയുകയും വേണ്ട, അവര് അറിയിച്ചോളാം എന്നുള്ള തരത്തിലാണ് നിന്നത്. മാത്രമല്ല വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു മരുന്ന് കമ്പനി ഉണ്ട്, അവിടെ നിന്നായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അവരുടെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആ ഒരു അമ്മയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല റേറ്റിന് ക്വാളിറ്റി മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ പുള്ളിയുടെ ഈ ഒരു കോൺട്രാക്റ്റും അങ്ങ് കട്ട് ചെയ്ത് ഈ പുതിയ കമ്മിറ്റി കയറിയ സമയത്ത് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിമുടി ഒരു അഴിമതി സെറ്റപ്പിനകത്ത് ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളിലും അൻസിബയെ തഴയാൻ തുടങ്ങി. ആദ്യം തന്നെ ഈ സഞ്ജീവനിയിൽ നിന്ന് മാറ്റുകയും അതുപോലെ തന്നെ ഈ വാ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ തന്നെ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അൻസിബ നല്ല രീതിയിൽ ഈ ഒരു സഞ്ജീവനി എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയ കുട്ടിയാണെന്ന് ലക്ഷ്മിപ്രിയ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫാദർ അപരാധം പറയുന്നത് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അൻസിബയുടെ വാ അടപ്പിക്കുന്ന ഓരോ പരിപാടികളും ഇവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പുറത്തറിഞ്ഞ കാര്യങ്ങൾ മാത്രം, പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു സ്ത്രീ കമ്മിറ്റി കയറിയതിനു ശേഷം അൻസിബയെ സംബന്ധിച്ചിടത്തോളം നരകവാ. ഒരു തരത്തിലുള്ള പരിഗണനയും പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻസിബ ഈ ഒരു കമ്മിറ്റി സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണ്, തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ ലക്ഷ്മിപ്രിയയെ? ഇനിയാണ് അൻസിബയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ, ലക്ഷ്മിപ്രിയ പറയുന്ന ആരോപണങ്ങൾ. അത് നമുക്കൊന്ന് കാണാവേ. ഇതാണ് ഇതിന്റെ ആങ്കർ ആണ് ആദ്യം ഈ ഒരു കാര്യം എടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നത്. കേട്ടോ. ഒരു സിനിമയുടെ യാത്ര പോയിരുന്നു, തിരുവനന്തപുരത്താണ്, ചിറയൻകീഴോട്ടാണെന്ന്, കിടക്കാച്ചി അളിയെന്നാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു വിഷയമാണ്. പക്ഷേ ഈ ആ സ്ഥലത്ത് അവർക്ക് റൂം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ശത്രുത, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ശത്രുത വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എന്താ കുഞ്ഞ് നീ കറിയിപ്പിക്കില്ല കേട്ടോ, ഇങ്ങനെ കണ്ടിട്ട് ചിരി ഒരു കറിയിപ്പിക്കാതെ ഇങ്ങനെ എന്താ പറയാ കുഞ്ഞ്. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം. അയ്യോ അയ്യോ അയ്യോ, ആ മനസ്സ് നിങ്ങൾ കാണണേ. ആ കുട്ടി ജയിച്ചോട്ടെ, വലിയ മനസ്സ്. അപരാധിക്കാൻ പോന്നതേ ഉള്ളു, തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടി ജയിച്ചോട്ടെ. അപരാധം വാ അപരാധിക്ക് പറയട്ടെ, പോട്ടെ എവിടം വരെ പോകുന്നോർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷ് ചേട്ടൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സുരേഷ് ചേട്ടൻ അത്ര കാര്യമായിട്ട് അറിഞ്ഞിട്ട്. സുരേഷ് ചേട്ടൻ അപ്പൊ ഈ ആങ്കറും നല്ല പരിചയമുണ്ട് ലക്ഷ്മിപ്രിയക്ക്. ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ പോയിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അന്നേരം സുരേഷ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ആങ്കറായിട്ട് നല്ല പരിചയമുണ്ട്. അന്നേരം സുരേഷ് ചേട്ടൻ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ദയം ഒക്കെ ഒന്ന് മാറ്റി വെച്ച് സുരേഷ് ചേട്ടൻ മറുപടി തരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇനി പറയുവാണ്, അപരാധിക്കാൻ പോവാണേ. പിന്നെ ഈ കുട്ടി ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതൽ അപ്പം അതുകൊണ്ട് സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് അൻസിബയുടെ ആ ഒരു കാര്യം നമ്മുടെ ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്താൻ പോവുകയാണ് ഗൈസ്. ഈ സത്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവർ പ്ലാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ആ ക്വസ്റ്റ്യൻ വന്ന വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മേ ബി ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഈ ഒരു സംഭവം ഉണ്ട്, നിങ്ങളിത് വളരെ കാഷ്വലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം. അന്നേരം ഞാൻ എൻ്റെ നാടകീയമായിട്ടുള്ള അഭിനയം വളരെ അൺനാച്ചുറലായിട്ട് കാണിച്ച് ഭയങ്കര ആളുകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാനത് പറയും. ഇതെനിക്കൊന്ന് ഇവർ പറഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്ന പോലെയാണ് എനിക്കത് ഇത് കേട്ടപ്പം. ഈ ഒരു നാടകീയത, അയ്യോ സിനിമയിലും നാടകീയത, ജീവിതത്തിലും നാടകീയത, അഭിനയത്തിൽ തന്നെ ഫ്ലോപ്പ്. ഇനി എന്താണെങ്കിലും ബാക്കി പറയാനുള്ളത് ഇവിടെ കേക്ക്. നിങ്ങൾ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം റൂം ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ്. സംഭവത്തിന്റെ ആധാരം ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇവർ പറയാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ പോയി, അൻസിബ പോയില്ല. അതിനുശേഷമുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം റൂം ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പോൾ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ
ഒരാള് മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്തിനാണ് ഇത് ലക്ഷ്മിപ്രിയയെ തന്നെ വിളിച്ച് ഇവർ അറിയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും കൃത്യമായിട്ട് അത് ലക്ഷ്മിപ്രിയയെ വിളിച്ച് പറയുന്നുണ്ട്. മാം പോയതിനു ശേഷം എന്തുപാടേ ഇത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി റിവേര റെസിഡൻസി നമ്മുടെ ദൃശ്യത്തിനകത്തെ അവീര അല്ലല്ല ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ ആശരീരി കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്നു, ഒരു റൂം, കിച്ചൺ, അങ്ങനെ ഒരു സെറ്റപ്പ്. അന്നേരം അതിന്റെ അകത്ത് CCTV അപ്പാർട്ട്മെന്റിന്റെ അകത്ത്. എന്നിട്ട് ഇവർക്ക് പ്രൈവസി ഒന്നും ഇല്ലേ? ഇത് ദുബായിലിരുന്ന് ഒരുത്തൻ കാണുകയാണെന്ന് ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് പറയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിലില്ലാത്ത ആളാണ്. അങ്ങനെ ഇവര് അന്വേഷിച്ച് പിടിച്ച് ഇവരിവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:30 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എൻ്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു എന്ന്. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണ് എന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു ആണോ, ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സമ്മതിക്കില്ല. ലക്ഷ്മിപ്രിയ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ നേരിട്ട് കണ്ടതുപോലാണ്. എണീറ്റ് വന്ന സമയത്ത് പറയുന്ന ഡയലോഗ് അടക്കം പൊടിക്കുഞ്ഞ് എണീറ്റ് വരുന്നത് പോലെ. അതുപോലെ തന്നെ 7 സ്റ്റാർ ഹോസ്പിറ്റലിൽ വരെ താമസിക്കുന്ന ലൈക്ക് ഒരു തിരക്കഥ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ പോലുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തി ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ആ രീതിയിലാണ് ഡയലോഗ് അടക്കം പറയുന്നുണ്ട്. ഇതാരാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് ലക്ഷ്യപ്രിയക്ക് വിവരിച്ചു കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിവരിച്ചു കൊടുത്തതിന് സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ? എന്നിട്ട് അതിനായിട്ട് പറയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ട് എൻ്റെ കയ്യിൽ, തെളിവില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല എന്നാണ് പുള്ളി പറയുന്നത്. ലക്ഷ്മിപ്രിയ നമ്മുടെ സജനെ പോലാണ്, ഒള്ളി വായ്ത്താളം. തെളിവുകൾ ഉണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും പുറത്തോട്ട് വിടുന്നില്ല. എന്താണെങ്കിലും ഈ പറയുന്ന കാര്യം കണ്ടെടുത്ത കൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. കാര്യം ഇവരുടെ സംസാരത്തിലാണെങ്കിലും ഇവരുടെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും വല്ലാത്തൊരു നാടകീയത. സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളും പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്, ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന. ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രോഗ്രാം പ്രൊഡ്യൂസർ, കോമഡി ഉത്സവത്തിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു ഈ പറഞ്ഞ മിഥിലാജ്. ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞ അതേ മിഥിലാജ് തന്നെയാണ് അൻസിബയോടൊപ്പം അന്ന് സ്റ്റേഷനിൽ പോയത്. ലക്ഷ്മിപ്രിയ കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അൻസിബയെ കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ലെറ്റർ എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ലക്ഷ്മിപ്രിയയ്ക്ക് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുകയും അൻസിബയ്ക്ക് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പുള്ളി ഇടപെട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തത്. അപ്പം മിഥിലാജും അൻസിബ, ലക്ഷ്മിപ്രിയ ഈ പ്രശ്നം തമ്മിൽ ഇത്തരത്തിലുള്ള
ഒരു കണക്ഷൻ ഉണ്ട്. ഈ പെൺഡ്രൈവിൽ രേഖകളുണ്ടോ? അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻസിബ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവിൽ കല്യാണം കഴിച്ചിട്ടില്ല. മിഥിലാജിന്റെ കാര്യം അറിയില്ല. പുള്ളിയുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു കല്യാണ ഫോട്ടോയോ അങ്ങനെയുള്ള തരത്തിലുള്ള ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഫേസ്ബുക്കാണ് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള 2 പേർ അഡൾട്ട്സ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരൊരു റൂമിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലക്ഷ്മിപ്രിയക്ക് പ്രശ്നം? അതാണ് എൻ്റെ ചോദ്യം. സദാചാര കണ്ണോടുകൂടി ലക്ഷ്മിപ്രിയ എന്തിനാണ് അവരെ നോക്കുന്നത്? അവരവിടെ കഴിഞ്ഞതാണോ പ്രശ്നം, അതോ ലക്ഷ്മിപ്രിയയുടെ കണ്ണിന്റെ ആണോ പ്രശ്നം, അതോ നാക്കിൻ്റെതോ? ഒരു റൂമിൽ കിടക്കുകയോ കിടക്കാതിരിക്കുകയോ കഴിയുകയോ കഴിയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ അത് ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. മലയാളം ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യമല്ല, മറ്റൊരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല. ഇവര് കിടന്നതിൽ ലക്ഷ്മിപ്രിയക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് ഈ മനസ്സിൽ. എന്റെ ഇടയ്ക്ക് പിടിച്ച് കിടത്താത്തതിനുള്ള പ്രശ്നം വല്ലതും ആണോ? കല്യാണരാമനകത്ത് ഇന്നസെന്റ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടോട് കെട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് കിടന്ന് കൊഞ്ചിക്കണോ? എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൊതിയാണോ? ഇവിടെ ലക്ഷ്മിപ്രിയയുടെ ഉദ്ദേശം വേറെയാണ്. അത് ഞാൻ പറയാം, ബാക്കിയോടെ കേക്ക്. പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഇദ്ദേഹം. ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ഇത് വളരെ ഇതോടുകൂടി പറയുന്ന ഒരു ആരോപണമാണോ അതോ അല്ലെങ്കിൽ ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. ആയിക്കോട്ടെ, സത്യം ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? അതിനിപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സത്യമാണെങ്കിൽ ഈ മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. അൻസിബയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയം മിഥിലാജിനുണ്ട്. ഇന്നലെയും തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പോ ആയിക്കോട്ടെ, അത് ഇന്നലെ തുടങ്ങി അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. അത് ചിലപ്പം ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവും, എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇത്രയും വർഷമായിട്ട് പരിചയമുള്ള ഒരാണും പെണ്ണും 2 സുഹൃത്തുക്കൾ അവരൊരു ഫ്ലാറ്റിൽ കഴിഞ്ഞെന്നും പറഞ്ഞ് അവിടെ എന്തിപ്പോൾ സംഭവിക്കാൻ പോണേ? ലക്ഷ്മിപ്രിയയുടെ എന്ത് മോറൽ വാല്യൂ ആണ് അവിടെ കൊഴിഞ്ഞു പോകുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം മറ്റേ ഉഷാ ഹസീനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 23 വർഷമായിട്ട് ഒരു ഹസ്ബൻഡ് മാത്രമാണ് എനിക്കുള്ളത്. ഉഷാ ഹസീനയുടെ കാര്യം അങ്ങനെയല്ലെന്ന്. അപ്പൊ ഡിവോഴ്സ് ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇവരങ്ങ് കുലസ്ത്രീ ചമയാണ് ഇവിടെ നിന്ന്. ഭയങ്കര കുലസ്ത്രീ കളിയാണ് കളിക്കുന്നത്. 23 വർഷമായിട്ട് എനിക്ക് ഒരു ഭർത്താവേ ഉള്ളെന്ന് പോലും. ഈ ഭർത്താക്കന്മാരുടെ ആട്ടും തുപ്പും അടിയും കൊണ്ട് ഈ സംശയരോഗമായിട്ടൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളൊന്നും ജീവിക്കത്തില്ല. അവർക്ക് ജീവിതമുള്ളതാണ്. പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് കഴിയുന്നത്. അതിനെയൊക്കെ എങ്ങനെ ജീവിതം എന്ന് പറയാൻ പറ്റണേ? നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. അൻസിബ ഒരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ തകർന്നു പോകാൻ പാകത്തിനുള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ എടുത്ത് ചാണാക്കൊട്ടയെ കളയുന്നതാ. അൻസിബ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അത് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എന്ത് ഭർത്താവാണത്? അപ്പം അങ്ങനെയുള്ള ലക്ഷ്മിപ്രിയയുടെ എന്തൊക്കെയോ ഇവര് ഒരു റൂമിൽ ഒരുമിച്ച് താമസിച്ചപ്പോൾ കൊഴിഞ്ഞു പോയി ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഇതൊരു അവിഹിതമാണെങ്കിൽ ഞാൻ ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്ക് ആ ഒരു കാര്യത്തിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അല്ലാതെ ഏത് തരത്തിലുള്ള ഷിപ്പുകൾ ആണെങ്കിലും വിച്ച് ഈസ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. മറ്റൊരാളെ ചതിക്കാത്ത ഏത് തരത്തിലുള്ള സോ കാൾഡ് ഷിപ്പ് ഓക്കെയാണ്. ഇന്നത്തെ കാലത്ത് അത് നമുക്ക് ഓക്കെ അടിച്ചു വിടാം. കാരണം അവർ അഡൾട്ട്സ് ആണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ഈ ഇവരുടെ മിഥിലാജിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചു. അന്നേരം 2017 തൊട്ടുള്ള ഫോട്ടോസ്, ഈ അൻസിബയോടൊപ്പം ഉള്ള ഫോട്ടോസ് കാണാൻ പറ്റുന്നതാണ്. എന്താണ്ടേ, ഇതൊക്കെ പഴയ ഫോട്ടോസാണ്. ഇത് കണ്ടില്ലേ, ഈ ഡേറ്റ് നോക്ക്, 2017 ഏപ്രിൽ 11. ഇപ്പുറത്ത് ഈ പുള്ളി, ഇപ്പുറത്ത് കണ്ട അൻസിബ, നടന്നു വരുന്ന അടുക്ക് മമ്മൂക്ക. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കോമഡി ഉത്സവത്തിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു ഈ പറയുന്ന പുള്ളി. അതിനകത്ത് ആങ്കറായിട്ട് വന്നിരുന്ന എനിക്ക് തോന്നുന്നു അൻസിബയായിരുന്നു ആ സമയത്ത്. അപ്പം പുള്ളി പ്രൊഡ്യൂസറായിട്ടിരുന്ന പ്രോഗ്രാമിന് അൻസിബയെ ആങ്കറായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം അല്ലേ? അൻസിബയ്ക്കാണെങ്കിൽ വല്ലപ്പോഴും ദൃശ്യവർഗം മാത്രമാണ് ഒരു സിനിമ കിട്ടാറുള്ളത്. അല്ലാതെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് സിനിമയോ അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള മാർഗ്ഗമൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല. സോ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്തോ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ടെവർ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതാണ് ലക്ഷ്മിപ്രിയയെ ചൊടിപ്പിച്ചത്. ലക്ഷ്മിപ്രിയയുടെ സദാചാര കണ്ണുകളെ ചൊടിപ്പിച്ചത് അതാണ്. നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യം വെച്ചാല് അവിടെ വന്ന വിഷയത്ത് പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നത്. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു. നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് തന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 10:30 കൂടിയിട്ട്
ഇവര് പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരുമില്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചിയെ വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയവുമില്ല, ആർക്കും ആരുടെ റൂമിലും വരാം, പക്ഷെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോൾ പിറ്റേ സ്കെഡ്യൂള് നമുക്കവിടെ പിന്നെ ഞാൻ വിളിച്ചു. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ്, അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറയാം, ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് ദേ അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അൻസിബ അതൊരു ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞതെന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. ഓക്കെ, അല്ല ബോയ് ഫ്രണ്ടിനെ പിടിച്ച് റൂമിൽ കയറ്റുന്നത് കുറ്റമാണോ? ഇന്നത്തെ കാലത്ത് അത് വലിയ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ലക്ഷ്മി പ്രിയ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അൻസിബയുടെ ക്യാരക്ടർ നശിപ്പിക്കുക. അൻസിബയ്ക്ക് ഇപ്പം പുറത്ത് അത്യാവശ്യം നല്ല സൽപ്പേരുണ്ട്, നല്ല സപ്പോർട്ടുണ്ട്. അൻസിബ പറയുന്ന കാര്യങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതിനെ താറടിച്ച് കാണിക്കുക. പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്ത് ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും തോന്നാം, എല്ലാവർക്കും തോന്നണമെന്നില്ല, മനസ്സിലാവുന്നവർക്ക് തോന്നത്തില്ല. എന്നാലും കുറച്ച് ഓർത്തഡോക്സ് ചിന്താഗതിയായിട്ടുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം, ഈ പെണ്ണ് ഇങ്ങനത്തെ ഒരുത്തിയാണോ പാതിരാത്രിയിൽ ഒരുത്തനെ റൂമിൽ വിളിച്ച് ആരും അറിയാതെ കയറ്റുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലാണ് ആൾക്കാർ ഇത് കാണുന്നത്. അപ്പം ലക്ഷ്മിപ്രിയ അവിടെ ഒരു സദാചാര ഐറ്റം ഇട്ട് കൊടുത്തതാണ്. അത് എന്തിനു വേണ്ടിയിട്ട്? അൻസിബയെ താറടിക്കാൻ വേണ്ടിയിട്ട്. സദാചാരത്തിന് നമ്മുടെ നാട്ടിൽ നല്ല മൈലേജ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റേ മെസ്സേജിന്റെ റിവെഞ്ച് തീർത്തതായിരിക്കണം. എന്താണെങ്കിലും നമുക്കറിയില്ല ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ സത്യമല്ലയോ എന്ന്. ചിലപ്പോൾ സത്യമാകാം, ചിലപ്പോൾ സത്യമല്ലാതിരിക്കാം. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ഇത് ലക്ഷ്മിപ്രിയയെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല, ഇവരെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് ഇവർക്ക് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇവരുടെ നിലവാരമില്ലായ്മയും ഇവരുടെ നാറിയ നാവിൽ നിന്ന് ഇതല്ല ഇതിന്റെ അപ്പുറം വരുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായിൽ നിന്ന് എന്ത് തൊട്ടി വർത്താനവും വരും. എന്താണെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിനു ശേഷം ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞ മിഥിലാജ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി 1-2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ലക്ഷ്മിപ്രിയക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. അത് ചെറിയ ഇമാതിരിയുള്ള ഐറ്റംസ് അല്ല, അത് വളരെ ഗുരുതരമായിട്ടുള്ള കടത്ത്, കൂട്ടിക്കൊട്ടപ്പ്, മാമിപ്പരിപാടി, ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. 2026 ജനുവരി 30, സമയം 2 PM 3 PM. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം നീണ്ട മാനസിക പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിന്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ സുധിയെയും അവർ പറഞ്ഞയച്ചത്. ആ അടിയന്തര സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെട്ടത്. കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഞാൻ ഉടനെ സ്റ്റേഷനിലെത്തി SI രേഷ്മിയെ നേരിൽ കണ്ട് നിയമവിരുദ്ധമായി ആ ഏകപക്ഷീയ നടപടിക്കെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെ നിവൃത്തിയില്ലാതെ അവർ ഈ പകർപ്പ് കൈമാറാൻ നിർബന്ധിതരായി. ഈ നീതി നിഷേധത്തിന് വേദിയൊരുക്കിയ ആ മഹതി അവിടെ തന്നെ തറവാട് സ്വത്തെന്ന പോലെ വിലസി നടപ്പുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നാലെ സ്റ്റേഷനിൽ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞ് മടങ്ങുന്ന ആ കാഴ്ച. ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിയ ആ നിർണായക തെളിവ് അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ
തിരക്കഥാകൃത്തായ ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പ് കഥയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ഈ കാലയളവിൽ എന്നെ എവിടെങ്കിലും വെച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. മറ്റേ ഇന്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ എവിടെയും പറഞ്ഞിട്ടില്ല മിഥിലാജിനെ ലക്ഷ്മിപ്രിയ നേരിട്ട് കണ്ടു എന്ന്. CCTVയിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണെന്ന് മനസ്സിലായി. പിക്ചർ അബീവി ബാക്കി ഹേ മേരാ ദോസ്ത്. പുള്ളിക്കാരനെതിരെ നടത്തിയ വ്യക്തിഹത്യക്ക് പുള്ളി കൊണ്ടേ പരാതി കൊടുത്തിട്ടുണ്ട്. അൻസിബയുടെ പോരാട്ടത്തിന് ഞാനും എൻ്റെ സുഹൃത്തും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകും, അത് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പറഞ്ഞ് ശരി. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്, അതാണ് ഇത്. കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. മേ ബി അലിഗേഷൻ ആവാം, ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം, നമുക്ക് ഇതിന് സത്യാവസ്ഥ അറിയത്തില്ല. നോ പ്രൂഫ്. എന്താണെങ്കിലും കാര്യം വായിക്കാം. അൻസിബയോടാണ്. സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിൽ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. വളരെ കറക്റ്റാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാവണം. റാസൽ കൈമയിലെ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെയും ക്ഷണിച്ചിരുന്നുവല്ലോ. അവിടെ എന്താണ് പരിപാടി? ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? മൊത്തം ചോദ്യമാണ്. ഓക്കെ, സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞത് മുതലാണല്ലോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. കഥ വേറെ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മാഫിയൊക്കെ വരുന്നുണ്ട്, ഇതിനകത്ത് കടത്ത് വരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു. മറ്റേ മെസ്സേജിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ആര്? നമ്മുടെ അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച മെസ്സേജിനെ പറ്റി, അതാണ് ചോദിച്ചത്. ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ഒരു ചോദ്യത്തിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ കൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? എല്ലാം ക്വസ്റ്റ്യൻ ആണ്. തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശം ഇല്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശാ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിൽ അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്ത് അറിയിച്ചില്ല? അൻസിബ, ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെയായ ഉന്നയിച്ച പല ആരോപണങ്ങളിൽ നിന്റെ നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കും, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുമതി ഇല്ലാതെ ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തു വിടുകയാണെന്നും പറഞ്ഞിട്ട് പുള്ളിയാണ് ഞാൻ നേരത്തെ കാണിച്ച ആ കത്തല്ല പരാതി പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ലക്ഷ്മിപ്രിയ എഴുതി കൊടുത്ത, വളരെ മനോഹരമായ കൈപ്പടയിൽ എഴുതി കൊടുത്ത ഈ ഒരു പരാതി പുറത്തു വിടുന്നത്. ഇത് വായിക്കാനുള്ള ത്രാണി എനിക്കില്ലടേ. ഒരു വട്ടം വായിച്ചപ്പോൾ തന്നെ ഇത് എങ്ങനെ വായിച്ചെടുക്കും? ഇത് പോലീസുകാർ ഇത് കണ്ടിട്ട് എങ്ങനെ ഇത് വായിച്ചെടുത്തുണ്ടോ? അപ്പം ഇതും പുള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് നേരത്തെ ചേച്ചി പറഞ്ഞ 4 വരി കത്ത്. നിങ്ങൾ എത്ര വരിയുണ്ടോ നിങ്ങൾ തന്നെ എണ്ണി നോക്കും. ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മൊത്തം വെട്ടിത്തിരുത്തൊക്കെയാണ്. ഭർത്താവിനെ മൂലം ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി നൽകുകയാണ്. മൂല കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ എൻ്റെ സുഹൃത്തിന് എന്തുവാടേ ഇത് പ്രകാരം ദുബായിൽ ഞാൻ ഏതോ മോശം സാഹചര്യത്തിൽ മോശമായ ഒരാളുടെ ഫോട്ടോ എടുത്തു വന്ന കുട്ടി ആർജയായ കണ്ട് എന്ന് പറഞ്ഞ ഫോട്ടോ എൻ്റെ അതിന് ഇത് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു വട്ടം വായിച്ചത് എന്നിട്ടും ഇത് വായിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ മെസ്സേജ് എൻ്റെ ഭർത്താവ് കാണുകയും അന്ന് മുതൽ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്തു. കണ്ട, ഭർത്താവ് കണ്ടിട്ട് ശാരീരികമായും മാനസികമായിട്ട് ഉപദ്രവിച്ച് ഭർത്താവിനെതിരെയാണ് ആദ്യം കേസ് എടുക്കേണ്ടത്. അതിനാൽ ബഹുമാനപ്പെട്ട എൻ്റെ സത്യം ബോധ്യപ്പെടുത്താൻ എൻ്റെ ഭർത്താവിനൊപ്പം അൻസിബയും എൻ്റെ സുഹൃത്തിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ഫോട്ടോ ഹാജരാക്കാൻ ആവശ്യപ്പെടും. അത്ര മോശം ഫോട്ടോ എൻ്റെ കുടുംബ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് പരാതി. വോട്ടവർ ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പരാതിക്കകത്തുള്ളത്. എന്തായാലും 4 വരിയല്ല. ലക്ഷ്മിപ്രിയ കുറച്ച് ആരോപണങ്ങൾ ഇവർക്കെതിരെ എടുത്തിട്ടു. അത് വലിയ കഴമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 2 ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ലക്ഷ്മിപ്രിയക്കെതിരെ
മിഥിലാജ് വിളിച്ചു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ദുബായിൽ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് ദുബായിൽ ഈ പറയുന്ന നടിമാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടികൾ. ഇത് ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്നത്, ഉള്ള കാര്യം പറയും, ഇന്നലെ കേൾക്കാൻ തുടങ്ങിയാലും വർഷങ്ങളായിട്ട് കേൾക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇന്നേ വരെ അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും അധികം അങ്ങോട്ട് പബ്ലിക്കായിട്ട് വന്നിട്ടില്ല. അതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ലക്ഷ്മിപ്രിയക്കെതിരെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥയോ പ്രൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയാൻ നമുക്കറിയില്ല. അപ്പം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചെളിമാരി എറിയൽ. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഇനിയും ചെളിമാരി എറിയുമെന്ന് വിചാരിക്കുന്നു. സോറി, ഒരു കാര്യം കൊണ്ട് അൻസിബ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾ പുള്ളിക്കാരത്തെ അതിനകത്ത് പോയി വായിച്ചാൽ മതി. പുള്ളിക്കാരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്, PR ഏജൻസി വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തി ഇത് വെച്ചേക്കുന്നത്. ഓക്കെ, ഭയങ്കര മാനസിക വിഷമത്തോടെ എന്തോ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്, വാട്ടെവർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ അൻസിബ ലക്ഷ്മിപ്രിയ സംഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് കേട്ടിട്ട് തോന്നുന്നത്? താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. വേറെ വീട്ടിൽ. അപ്പോൾ ശരി, ബൈ.